ആർക്കെതിരെ ഭീഷണിയുണ്ടോ? അല്ല, അവരെന്താ കാണിക്കുന്നെന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതൊന്നൊരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ രാജ്യത്താകെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ഈ പറഞ്ഞ എല്ലാ ഏജൻസികളും വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതെന്താണ് നമ്മൾ കാണാതിരിക്കുന്നത്? അത് ഗൗരവമായ വിഷയം തന്നെയല്ലേ രാജ്യത്ത്. അതേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമല്ല, എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അത് ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക രീതിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വരുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ കോഡ് ഓഫ് കോണ്ടക്ട് അത് പ്രാബല്യത്തിൽ വരും എന്ന് വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വളരെ കൃത്യമായി പറയുന്നതിന് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ സ്ഥലത്തും ഒരു സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥിയായിട്ട് ഇതിൽ പറയാൻ പാടില്ല. പല കാര്യങ്ങളും ഒരു സംഹിതയൊക്കെ ഉണ്ട് നിയമത്തിൽ. അതൊക്കെ വിട്ട് ഒരു പ്രധാനമന്ത്രി ആയതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഒക്കെ ചെലവാക്കിയിട്ടാണ് ഈ പര്യടനങ്ങൾ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ സമയവും സന്ദർഭവും ഓരോ പാർട്ടി നേതാക്കളും ഇവിടുത്തെയാണെങ്കിൽ കോൺഗ്രസിനായാലും CPM നിശിതമായി വിമർശിക്കും. അത് അതിന്റെ ഭൂരിപക്ഷം പണവും ചെലവാക്കുന്നത് അത് പ്രധാനമന്ത്രിയാണ്. സുരക്ഷാ കാരണത്താലാണ് ഇതൊക്കെ വേണ്ടത്. ബാരിക്കേഡ് കെട്ടണം, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കണം, അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അതൊരു നല്ല കാര്യമാണോ അതോ കോഡ് ഓഫ് കോണ്ടക്റ്റില് അത് ഉൾപ്പെടുത്തേണ്ടതില്ല? പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ പണത്തെ സുരക്ഷാ നിയമത്തിന് ഒരു വിസിറ്റിന് എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നത് പോലീസിനൊക്കെ. അത് നിർത്തേണ്ട. ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രധാനമന്ത്രി അങ്ങനെ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി ആയിക്കോട്ടെ സുരക്ഷ കൊടുക്കണമെന്നാണ് അവരുടെ. അത് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണ് എന്നൊരു അഭിപ്രായമാണ്. അത് വിശദമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചർച്ച ചെയ്തെടുക്കേണ്ട ഒരു നിലപാടാണ്. കാരണം ഈ രാജ്യത്ത് ഓരോ ഘട്ടത്തിലുമുള്ള പ്രധാനമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നല്ലതുപോലെ മുഴുകിയിട്ടുണ്ട്. അവരെല്ലാം ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അത്തരം പ്രചരണത്തിൽ പോയിക്കൂടാ എന്നൊരു നിലപാട് രാഷ്ട്രീയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങ് പറഞ്ഞതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് വിശദമായി പരിശോധനയ്ക്ക് ശേഷം, വിശദമായ രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അത് ഈ അനുഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ മുൻകൈയെടുത്ത് കാര്യങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഏത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി എന്തോ വലിയ തോതിൽ തൃശ്ശൂരിനെ മാറ്റിമറിച്ച് കളിയുന്നുള്ളൊരു വ്യാമോഹത്തിലായിരുന്നു BJP. ഇപ്പോൾ അവർ തന്നെ അത് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ദിനംതോറും കുറഞ്ഞു വരികയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു പരാജയ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വർഗീയ കക്ഷികൾ ഏതൊക്കെ എന്നുള്ളതിൻ്റെ ചർച്ചകളെല്ലാം നമ്മൾ നേരത്തെ നടത്തി വെച്ചതാണല്ലോ. അതിലേക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്ന പ്രശ്നം SDPIയുടെ വോട്ട് UDF കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നല്ലോ. ആ പ്രഖ്യാപനം കേവലമായ ഒരു പ്രഖ്യാപനമായിരുന്നില്ല എന്നത് വ്യക്തമാണല്ലോ. കാരണം അതിനുശേഷം വ്യക്തതയോടെ KPCC പ്രസിഡന്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിലും അദ്ദേഹം പരസ്യമായി അതിനെ സ്വാഗതം ചെയ്തല്ലോ. അപ്പോൾ നേരത്തെ ഒരു സംസാരവും അതിൻ്റെ ഭാഗമായി ചില നിലപാടുകളും ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. SDPI എന്താണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തേ അങ്ങനെ ഒരു കൂട്ടറുമായിട്ട് ചർച്ച നടത്താനും നല്ല നിലയിൽ നേരത്തെ നിലപാട് സ്വീകരിക്കാനും തയ്യാറായത്? പക്ഷേ നാട്ടിൽ എതിർപ്പ് വന്നപ്പോൾ പിന്നെ അതിൻ്റെ കൂടിയായി. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം നേരത്തെ എടുത്ത നിലപാട് ഉപേക്ഷിക്കുകയാണ് എന്ന് KPCC പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുന്നയാൾ പിന്നീട് പറയുന്നതായിട്ട് കേട്ടു. ഈ നാടകമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നല്ലേ.
ഈ എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച ആദ്യം നടത്തിയത്? ആ ചർച്ചയുടെ ഭാഗമായി ഒരു തീരുമാനമെടുത്തത്? അപ്പോൾ വർഗീയതയുമായി സമരസപ്പെട്ടു പോകുന്നതിന് ഒരു ഘട്ടത്തിലും കോൺഗ്രസ് മടി കാണിക്കാറില്ല. തങ്ങൾക്ക് 4 വോട്ട് കിട്ടുന്ന പ്രശ്നം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു പോകാറ്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാം കാണേണ്ടത്. അതും PDPയും ഒരേപോലെ എന്ന നിലക്ക് എടുത്തു പോകേണ്ടതില്ല. PDP കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ അവർ നിലപാടുകൾ എടുക്കുന്നുണ്ട്, നിലപാടുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നിലപാടുകൾ എടുത്തു പോകാറുമുണ്ട്.